നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ വിസിറ്റ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ലഭിച്ച ഒരു റോയൽ വരവേൽപ്പ് അല്ലെങ്കിൽ റോയൽ വെൽക്കം ജെറ്റ് അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ അനുഗമിക്കുന്നു. അദ്ദേഹത്തിന് റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടുന്നു. അതിൻ്റെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ എയർപോർട്ടിൽ വന്ന് വരവേൽക്കുന്നു. മാത്രമല്ല, ഇന്തോനേഷ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ അദ്ദേഹം closely followed his political journey, many of the Indian leaders' programs, governance model. In a light-hearted yet significant moment during a banquet lunch in Jakarta, Indonesian President Prabowo Subianto openly praised Prime Minister Narendra Modi's governance model, saying he had copied many of the Indian leaders' programs. ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രേഡ് ഡീൽസ് ഒരുപാട് സൈൻ ചെയ്തു. അത് മാത്രമല്ല, ഒരു ഡിഫൻസ് നേട്ടം കൂടിയാണ്. നമുക്കറിയാം, ഇന്ത്യയെ ചൈന ഒരു സ്ട്രിങ് ഓഫ് പോർട്ട് സ്ട്രാറ്റജി വഴി ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ ജിബൂട്ടി അല്ലെങ്കിൽ ഗ്വാദാർ പോർട്ട്, അത് കഴിഞ്ഞിട്ട് ഹമ്പൻടോട്ട, മ്യാൻമാറിൽ അവർക്ക് ബേസസ് ഉണ്ട്, അല്ലെങ്കിൽ മ്യാൻമാറിൽ ബേസസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ മറ്റ് ഭാഗങ്ങളിലും ഇന്ത്യയെ ചുറ്റി വരിയാൻ ശ്രമിക്കുകയാണ്. അതിനവർ പറയുന്ന സ്ട്രാറ്റജി സ്ട്രിങ് ഓഫ് പോൾസ് ആണ്. അത് അവരുടെ ഒരു ഹാൻഡായിട്ട് അവർ പാകിസ്ഥാനെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു മിസൈൽ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അവരുടെ വെസൽസ്, സ്പൈ വെസൽസ് ഡോക്ക് ചെയ്തുകൊണ്ട് ഹമ്പൻടോട്ട ശ്രീലങ്കയിലോ ഈ പറയുന്ന പോർട്സിലോ ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഒരു മറുപടി എന്നോണം ഇന്ത്യ ശ്രമിക്കുന്ന ചൈനയെ ചുറ്റി വരിയാൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുമായി ചൈനയ്ക്ക് മാരിടൈം ഇഷ്യൂസ് ധാരാളമായി ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫിലിപ്പീൻസ് ആയിട്ടുണ്ട്, വിയറ്റ്നാം ആയിട്ടുണ്ട്, ഇന്തോനേഷ്യ ആയിട്ടുണ്ട്, മലേഷ്യ ആയിട്ടുണ്ട്, ജപ്പാൻ ആയിട്ടുണ്ട്. അവർ തമ്മിൽ ഐലൻഡ് ചെയിനിനെ കുറിച്ചും മാരിടൈം ഫിഷിങ്ങിനെ കുറിച്ചും തമ്മിൽ തർക്കം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അവർ വാട്ടർ കാനോൺസ് ഉപയോഗിച്ച് അവിടേക്ക് വരുന്ന ഫിഷർമാൻ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഒരു മറുപടി എന്നോണം ഒരു മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ഡിഫൻസ് ആയിട്ടുള്ള ബ്രഹ്മോസ് ഇന്ത്യ ഈ പറയുന്ന പല രാജ്യങ്ങൾക്ക് നൽകുകയും അവരുമായി ഒരു സ്ട്രാറ്റജിക് ഡീൽ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഓൾറെഡി ക്വാഡ് എന്ന അറേഞ്ച്മെന്റ് നിലവിലുണ്ട്. USA, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ജപ്പാൻ, ഇതാണ് 4 പ്രധാന രാജ്യങ്ങൾ. ഇതുകൂടാതെ ചൈനയ്ക്ക് ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെ ഇന്ത്യ വെപ്പണൈസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രഹ്മോസ് മിസൈൽസ് ലഭിച്ച രാജ്യങ്ങൾ ഏതാണെന്ന് തന്നെ നോക്കാം. വിയറ്റ്നാം ലഭിച്ചിട്ടുണ്ട്, ഫിലിപ്പീൻസ് ലഭിച്ചിട്ടുണ്ട്, മലേഷ്യ അതിന് വേണ്ട ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യ ഈ വിസിറ്റിൽ ബ്രഹ്മോസ് ഡീലും അസ്ത്ര ഡീലും സൈൻ ചെയ്ത് കഴിഞ്ഞു. Several big announcements have emerged from this visit so far, including India's with Indonesia to supply BrahMos and the Astra missiles. The two nations also plan to jointly develop the Sabang port, which overlooks the Strait of Malacca. It is about 100 miles away from India's Great Nicobar Port project. Underpinning the defense and infrastructure moves are broader economic ties to boost. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സീഷെൽസുമായി ഓൾറെഡി ഒരു പോർട്ട് ഡീൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപ് അതിന് ചുറ്റുമുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഗ്രേറ്റ് പോർട്ട് വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഇന്തോനേഷ്യയിലെ സബാങ് പോർട്ട് ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും മലാക്ക സ്ട്രേറ്റിൻ്റെ 2 അപ്പുറവും ഇപ്പുറവുമുള്ള പോർട്സ് ആണ് ഇത് എന്നുള്ളത് ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് നമുക്ക് നൽകുന്നു. കൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ താഴെ കൊടുത്ത ഡയഗ്രാമിൽ നോക്കിയാൽ ആ ബ്ലൂ ലൈൻ ശ്രദ്ധിച്ചാൽ കാണാം, വിയറ്റ്നാമിനെ, ഫിലിപ്പീൻസിനെ, മലേഷ്യയെ, ഇന്തോനേഷ്യയെ, ജപ്പാൻ, സൗത്ത് കൊറിയ ത്രൂ USA, ഈ രാജ്യങ്ങളുമായി നമ്മൾ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ക്വാസി ഡിഫൻസ് അഗ്രിമെന്റ് സൈൻ ചെയ്യുകയും ചൈന എങ്ങനെയാണോ നമ്മളെ ചുറ്റി വരാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചൈനയ്ക്ക് ചുറ്റും ഒരു സ്ട്രിങ് ഓഫ് പോർട്സ് തീർത്തതായിട്ടും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. വളരെ നേട്ടം നൽകുന്ന, വളരെ ഇന്ത്യക്ക് വളരെ ഡിഫൻസ് ഓറിയന്റഡായി സേഫ്റ്റി നൽകുന്ന ഒരു ഫീച്ചർ ആണ് ഈ ഡിഫൻസ് ഡീലിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത്.
തീർച്ചയായിട്ടും അദ്ദേഹം മോദി നടത്തുന്ന ഓരോ വിദേശയാത്രയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് മുന്നേ വിദേശയാത്ര നടത്തി പണം നശിപ്പിക്കുകയാണ് എന്ന് കരുതിയിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിമർശകരും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് മറ്റു രാജ്യങ്ങളിൽ നടത്തുന്നതിനും അവരുമായി ഒരു ഡിഫൻസ് ടൈപ്പ് നടത്തുന്നതിനും ശക്തമായി പ്രോത്സാഹനം നൽകുകയും അതിൽ അദ്ദേഹം വളരെയധികം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.